നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സിനിമാ മേഖലയിലെ ചൂഷണ പരാതികൾ കേൾക്കാൻ പ്രത്യേക ഹൈക്കോടതി ബെഞ്ചിൽ വനിതാ ജഡ്ജിമാർ മാത്രം. നീക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മുദ്രവച്ച റിപ്പോർട്ടും ഇതേ ബെഞ്ചിലേക്ക്. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുകേഷിനും ഇടവേള ബാബുവിനും ഇന്ന് നിർണായകം. PV അൻവറിന്റെ ആരോപണങ്ങൾ CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച. നിജസ്ഥിതി കണ്ടെത്തണമെന്ന് പ്രതിനിധികൾ. ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനം. നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്ന് MV ഗോവിന്ദന്റെ നാട്ടിലെ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങി. ഇടുക്കി ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റത്തിൽ അന്വേഷണം. അനധികൃത നിർമ്മാണം അതീവ പരിസ്ഥിതിലോല മേഖലയിൽ. സ്വകാര്യ വ്യക്തി 60-ലധികം പ്ലോട്ടുകൾ വിറ്റുവെന്നും ആരോപണം. വയനാടിന്റെ വിനോദസഞ്ചാര മേഖല വീണ്ടെടുക്കാൻ സർക്കാർ. പ്രത്യേക ക്യാമ്പയിനുമായി വിനോദസഞ്ചാര വകുപ്പ്. ദുരന്തം ടൂറിസം സാധ്യതകളെ ബാധിച്ചു. ഇടുക്കി കൊരങ്ങാട്ടി ടൗൺ പരിധിക്ക് പുറത്ത്. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തത് വലിയ പ്രതിസന്ധി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതിയാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത്. ബെഞ്ചിൽ വനിതാ ജഡ്ജിമാർ മാത്രമാണുള്ളത്. കേസുകൾ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആണ് ഇപ്പോൾ പ്രത്യേക ബെഞ്ച് ഹൈക്കോടതി രൂപീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെഞ്ചിൽ വനിതാ ജഡ്ജിമാർ മാത്രമാണ് ഉള്ളത് എന്നാണ്. ഇനിയുള്ള കേസുകൾ ഈ ബെഞ്ചാണ് പരിഗണിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നേരത്തെ തന്നെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. 10-ാം തീയതി സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ട് പരിഗണിക്കുക ഈ പുതിയ ബെഞ്ചായിരിക്കും. ഈ ബെഞ്ചിൽ വനിതാ ജഡ്ജിമാർ മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകതയായി പറയണം. സ്ത്രീകളെ സംബന്ധിച്ചുള്ള ലൈംഗിക ചൂഷണ പരാതികളായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറെയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ ജഡ്ജിമാർ ഉൾപ്പെടുന്ന ബെഞ്ച് അല്ലെങ്കിൽ വനിതാ ജഡ്ജിമാർ മാത്രമുള്ള ഒരു ബെഞ്ചിനെ ഹൈക്കോടതി ഏൽപ്പിക്കുമ്പോൾ അത് ഗുണകരമാകുമെന്ന പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ആജ്ഞ, പ്രത്യേക ബെഞ്ചിൽ വനിതാ ജഡ്ജിമാർ മാത്രമാണ് ഉള്ളത് എന്നറിയുന്നു. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? അക്ഷരേ, ഇത് ജസ്റ്റിസ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖും അതുപോലെ തന്നെ ജസ്റ്റിസ് S. മനു എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഒരു പ്രത്യേക സ്പെഷ്യൽ ബെഞ്ച് രൂപീകരിക്കുകയാണ്. അത് അതിന്റെ വിശദാംശങ്ങളായിരുന്നു ഈ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും അതുപോലെ ജസ്റ്റിസ് S. മനുവും ചേർന്ന ഡിവിഷൻ ബെഞ്ച് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. നേരത്തെ തന്നെ സജിമോൻ പാറയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയുടെ തുടർവാദങ്ങൾ കേൾക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം കോടതി അറിയിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിരുന്ന നീക്കങ്ങൾ നമുക്കറിയാം. ഓരോ ദിനവും അല്ലെങ്കിൽ ദിനം പ്രതി ഇത്തരത്തിൽ ആരോപണങ്ങളുമായി സ്ത്രീകൾ രംഗത്തെത്തുന്നുണ്ട്. തങ്ങൾ ഇത്തരത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തലുമായി എത്താനുള്ള ഒരു ധൈര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി രൂപീകൃതമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളും അതല്ലെങ്കിൽ ആരോപണങ്ങളും ഒക്കെ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇരകൾ രംഗത്തെത്തുന്നുണ്ട്. പ്രതിസ്ഥാനത്തേക്ക് അതായത് മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർ സർക്കാരിനെ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് കുറെ കൂടി സുതാര്യത ഈ കേസുകളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം സർക്കാരിനെതിരെ വരുമ്പോൾ മുകേഷ് MLAക്കെതിരെ ഉള്ള സാഹചര്യം വരുമ്പോഴും അത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. സർക്കാർ അത്തരം കാര്യങ്ങളിൽ അടിയന്തരമായി മറുപടി പറയേണ്ടുന്ന അല്ലെങ്കിൽ അതേ ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നത് വനിതാ ജഡ്ജിമാരടങ്ങുന്ന ഒരു ബെഞ്ചിന് മുന്നിലേക്ക് പരാതിക്കാർ എത്തുകയും അതല്ലെങ്കിൽ അത്തരം പരാതി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് SIT രൂപീകരിച്ച ശേഷവും മുൻപ് എടുക്കുന്നത് അലൻസിയർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ മുൻപ് ഒരു നടപടിയും ഉണ്ടാകാത്ത
തീർന്നു പോയിരിക്കുന്ന കേസുകൾ വരെ SITയുടെ മുന്നിലേക്ക് എത്തുന്നു, അതിൽ FIR ഇടുന്നു. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ തന്നെ ഇനിയും വെളിപ്പെടുത്തലുമായി ധാരാളം സ്ത്രീകൾ ഒരുപക്ഷെ പറയാൻ മടിച്ചിട്ട് അണിയറയിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവാം. അവരൊക്കെ മുന്നോട്ടേക്ക് വരുമായിരിക്കാം. ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു വിശാലമായ വാതിൽ തുറന്നിടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷമുണ്ടായ നടപടിക്രമങ്ങളും. എന്തായാലും ആ ഒരു നടപടിയിൽ കൂടുതൽ സുതാര്യത വരുത്തുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, വനിതാ ജഡ്ജിമാരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇനി മുതൽ ഈ കേസിൽ ഇത്തരം പരാതികൾ കേൾക്കുകയും അതിൽ നടപടി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് പ്രശംസനീയമാണ്, സ്വാഗതാർഹമാണ്. എന്തായാലും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെയും ജസ്റ്റിസ് എസ് മനുവിന്റെയും ബെഞ്ചാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഈ കാര്യം എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ 10 തീയതിയോട് കൂടി ഈ ബെഞ്ച് ആക്റ്റീവ് ആകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നോ അതല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അതിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും സെപ്റ്റംബർ 10 തീയതിയോടുകൂടി ഈ ബെഞ്ച് ആക്റ്റീവ് ആവുകയും തുടർ നടപടികൾ, അതായത് പരാതിയിന്മേലുള്ള തുടർ നടപടികളൊക്കെ ഈ ബെഞ്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് SITയുടെ മുന്നിലെത്തുന്നതാകാം, പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തുന്ന കേസുകളാകാം. എന്തായാലും ഇപ്പോൾ ഇത്തരം പരാതികളൊക്കെ നേരിട്ട് SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അത് പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീടാണ് FIRന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. FIR ചെയ്ത ശേഷമാണ് പിന്നീട് SIT ആ അന്വേഷണത്തിൽ നിവിൻ പോളിയുടേതടക്കമുള്ള കേസുകളിൽ ഇനിയും തീരുമാനം, അതായത് SIT അന്വേഷണം ഏറ്റെടുക്കേണ്ടത് അതിന്റെ ടീമിനെ തീരുമാനിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ്. അതായത് SITയുടെ നോംസ് എന്താണ് എന്ന് പോലും ക്ലിയർ ആകാത്ത ഒരു സാഹചര്യം പലർക്കുമുണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ തീരുമാനം അങ്ങനെയല്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഗണിക്കുകയും അതിൽ നടപടികൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിയമപരമായി ഈ സ്ത്രീകൾക്ക് പരിരക്ഷ ലഭിക്കുന്ന ഒരു തരത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ കൂടുതൽ സുതാര്യത ഉണ്ടാകുന്ന ഒരു തരത്തിലേക്ക് ഇതിൽ നടപടിക്രമങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അശ്വതി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാധ്യമങ്ങൾക്കുൾപ്പെടെ എത്തുകയും അത് സമൂഹത്തിന് മുന്നിലേക്ക് എത്തുകയും ചെയ്തപ്പോഴും അതിൽ കുറച്ച് പേജുകൾ അത് പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയായിരുന്നു. സീൽ വെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിനർത്ഥം കോടതി ഇക്കാര്യം അത്രത്തോളം ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്നും മുന്നോട്ടുള്ള നടപടികളുമായി പോകുമെന്നുമുള്ളത് തന്നെയാണല്ലോ. ഇപ്പോൾ വനിതാ ജഡ്ജിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ 10 തീയതി സർക്കാർ സമർപ്പിക്കുന്ന സീൽ വെച്ച കവറിലുള്ള റിപ്പോർട്ട് അതും ഇവരുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പരാതിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വർദ്ധിക്കുകയല്ലേ? തീർച്ചയായിട്ടും അശ്വതി, ഒരു നല്ല നിരീക്ഷണം കൂടിയാണ്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹിഡൻ ആക്കിയിരിക്കുന്ന പേജുകൾ വ്യക്തമാക്കണമെന്നുള്ള ഒരു സാഹചര്യം കൂടി, ആ ഒരു നീക്കം ചെയ്ത പേജുകൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് പൂർണ്ണമായും ഹൈക്കോടതിയുടെ മുൻപാകെ സമർപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് ഹൈക്കോടതി 10 തീയതി സർക്കാർ സമർപ്പിക്കണം. 10 തീയതി വരെയാണ് അതിനുള്ള സമയം നൽകിയിരിക്കുന്നതും. അത് സമർപ്പിക്കുന്നത് വരെ, അല്ലെങ്കിൽ അതിനകത്ത് ആരുടെയൊക്കെ പേരുകളാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ പലതരം ആശങ്കകളും പലതരം റൂമറുകളും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ തന്നെയാണ് സജിമോൻ പാറയിൽ രംഗത്തെത്തിയിരുന്നത്, രഞ്ജിനി രംഗത്തെത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മൊഴികൾ പുറത്താകരുത്, അതല്ലെങ്കിൽ മൊഴി നൽകിയ ആളുകളുടെ പേരുകൾ പുറത്താകരുത്, പ്രദീപ് ഭാഗത്തുള്ള ആളുകളുടെ പേരുകൾ പുറത്താകരുത്, ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. സജിമോൻ പാറയിൽ നൽകിയിരുന്ന ഹർജിയിൽ തന്നെ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്. അതായത് മൊഴി നൽകിയിരുന്ന ആളുകളുടെ ജീവന് ഹാനി ഉണ്ടാകുന്ന തരത്തിലേക്ക് ഒരു പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നൊരു ആരോപണമായിരുന്നു എന്നതായിരുന്നു ഹർജിക്കാരന്റെ വാദം. പക്ഷേ അതൊക്കെ നീക്കം ചെയ്തിട്ട് മൊഴി നൽകിയ ആളുകളുടെയും അതല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ള ആളുകളുടെയും ഒക്കെ വിവരങ്ങളും വിശദാംശങ്ങളും നീക്കം ചെയ്ത ശേഷമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കുക എന്നുള്ളത് നിയമപരമായി ഹൈക്കോടതി ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വനിതാ ജഡ്ജിമാരടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് ഈ ഹർജികൾ ഇനിമേലുള്ള പരാതികൾ പരിഗണിക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെ ഇതിൽ കൂടുതൽ കൃത്യതയും വ്യക്തതയും ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ആശ്വാസകരമാകുന്നത്. രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.
ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുകേഷിനും ഇടവേള ബാബുവിനും ഇന്ന് നിർണായകമാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് ഹർജികളിൽ വിധി പറയുക, ജാമ്യഹർജിയിൽ വിധി പറയുക. അതേസമയം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ നിവിൻ പോളി DGPക്ക് പരാതി നൽകിക്കഴിഞ്ഞു. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് നിവിൻ പോളിയുടെ ആരോപണം. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, നടന്മാർക്ക് ഇന്ന് നിർണായക ദിവസമാണ്. എപ്പോഴാണ് കോടതി ജാമ്യഹർജികൾ പരിഗണിക്കുക? മുകേഷിനും ഇടവേള ബാബുവിന്റെയും മുകേഷിന്റെയും ജാമ്യഹർജിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുക. അതിൽ വിധി പറയുമ്പോൾ എന്താകും തീരുമാനമെന്ന് ഉറ്റുനോക്കുകയാണ്. കോടതി ജാമ്യം അനുവദിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം നിവിൻ പോളി DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. ഈ യുവതിയുടെ ആരോപണത്തിന് പിന്നിൽ, ലൈംഗിക ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട്, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവിൻ പോളി DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. യുവതി ഇപ്പോഴും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ അവർ പറയുന്നു. അതേസമയം അത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നില്ല, അവരുടെ പരിധിയിൽ ആ കേസ്, നിവിൻ പോളിയുടെ കേസ് വരുന്നില്ല എന്നാണ് ഇന്നലെ നമുക്ക് ലഭ്യമായ വിവരം. ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, നടന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ അത് എപ്പോഴാണ് കോടതിക്ക് മുന്നിലേക്ക് വരുന്നത്? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? കോടതി ഇതുവരെയും അത് പരിഗണനയിലേക്ക് വന്നിട്ടില്ല. ഉച്ചയോടുകൂടി പരിഗണനയ്ക്ക് എടുക്കുമെന്നാണ് ഒടുവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായും തന്നെ 3 പേരുടെ ജാമ്യാപേക്ഷകൾ, പ്രത്യേകിച്ച് നടന്മാരായ മുകേഷ്, ഇടവേള ബാബു, അഭിഭാഷകനായ VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികളാണ് പ്രധാനമായും തന്നെ പരിഗണിക്കുന്നത്. നേരത്തെ ജാമ്യാപേക്ഷ നൽകിയിരുന്ന നടൻ മണിയൻ പിള്ള രാജുവിൻ്റേത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് എന്ന് നേരത്തെ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായാൽ മതിയാകുമെന്ന രീതിയിലാണ് കോടതി അത് നിരീക്ഷിച്ചത്. ഇനിയിപ്പോൾ ഇത് ഉച്ചയോടുകൂടി കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷിന്റെ അഭിഭാഷകൻ നൽകിയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുകേഷിന് പറയാവുന്ന കാര്യങ്ങൾ, മുകേഷ് ഇതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ബോധിപ്പിക്കാനുണ്ട്, ചില ഡിജിറ്റൽ തെളിവുകളടക്കം മുകേഷിന് നൽകാനുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ സീൽ ചെയ്ത കവറിൽ സമർപ്പിച്ചിരുന്നു. ഇതിലെല്ലാവരും തന്നെ പറയുന്നത് തങ്ങളെ ഇതിൽ കരുവാക്കുകയാണ്, ഇതിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ആണ് ഇവർ ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന, അതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാൻ കഴിയുന്ന തെളിവുകൾ അത് സമർപ്പിക്കുന്നു എന്നാണ് പലരും തന്നെയും അത്തരം രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കോടതി ഈ വിശദമായ വാദം 2 ദിവസങ്ങളിലായി കോടതി ഇത് സംബന്ധിച്ച് കേട്ടിരുന്നു. ഇനി ഇത് ഉച്ചയോടുകൂടി വിധി പ്രസ്താവം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ഉയർന്നു വന്ന പരാതികളിൽ രൂപീകൃതമായിട്ടുള്ള ഇത്തരം കേസുകൾ അതിൽ കോടതി എങ്ങനെ നിരീക്ഷിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി ഡാനി. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിംഗിൾ ബെഞ്ച് വിശദമായി തന്നെ വാദം കേൾക്കും. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഏക പ്രതിയാണ് ഒമർ ലുലു. കേസിൽ ഹൈക്കോടതി നേരത്തെ ഒമർ ലുലുവിന് ഇടക്കാല ജാമ്യം നൽകിയിട്ടുണ്ട്. നടൻ ജയസൂര്യക്കെതിരായ ആരോപണത്തിൽ പരാതി നൽകിയ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയേക്കും. പരാതിക്കാരി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തി. നേരത്തെ കരമന പോലീസ് എടുത്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു. 2013 തൊടുപുഴയിൽ ചിത്രീകരിച്ച സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി. സാഗറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാഗർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ദുരനുഭവം പറഞ്ഞ നടിമാർ ഇത്തരത്തിൽ രംഗത്തെത്തിയത്. തിരുവനന്തപുരം സ്വദേശിയായ നടി 2013 തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായ ഒരു ദുരനുഭവം നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. മേക്കപ്പ് ചെയ്ത് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനിടെ യുവനടൻ പിന്നിൽ നിന്ന് കടന്നു പിടിച്ചെന്നായിരുന്നു ആ പരാതി. ആദ്യം ഈ യുവനടി നടന്റെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലാണ് പേര് വെളിപ്പെടുത്തിയത്. ഇത് ജയസൂര്യാണെന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിലും ഇവർ പറഞ്ഞത്. ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടി വെളിപ്പെടുത്തിയത്. ഇവരുടെ പരാതിയിൽ കരമന പോലീസ് ആദ്യം കേസെടുത്തിരുന്നു. ഈ സംഭവം നടന്നത് 2013 തൊടുപുഴയിൽ നടന്ന ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നാണ് ഇവർ പരാതിയിൽ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് കുറ്റകൃത്യം നടന്നത് തൊടുപുഴയിലായതിനാലാണ് കേസ് തൊടുപുഴയിലേക്ക് കൈമാറിയത്. വർഷങ്ങൾക്ക് മുമ്പ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് ദുരനുഭവം ഉണ്ടായ കാര്യമാണ് ഇവർ ഇത്തരത്തിൽ വെളിപ്പെടുത്തിയത്. ഈ പരാതിയിലാണ് ഇന്ന് തൊടുപുഴ പോലീസ് ഇവരെ വിളിച്ചു വരുത്തി ഇപ്പോൾ മൊഴിയെടുക്കുന്നത്. രഹസ്യമൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മൊഴിയെല്ലാം തന്നെ
വീഡിയോയിൽ ചിത്രീകരിക്കുന്നുമുണ്ട്. ഇടുക്കി ജില്ലയിൽ ഇതിനു വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. അവർക്ക് മുന്നിലാണ് ഈ യുവനടി ഇപ്പോൾ വിവരങ്ങൾ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് തന്നെ ഈ പ്രാഥമിക വിവരം കൈമാറും. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തൊടുപുഴ ഡിവൈഎസ്പിയുടെ കീഴിൽ ഇത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് തൊടുപുഴയിൽ ഇവർ മൊഴി നൽകുവാനായി എത്തിയത്. ഇപ്പോഴും മൊഴി കൊടുക്കൽ തുടരുകയാണ്. അതിനുശേഷമാണ് ഇവർ ജയസൂര്യക്കെതിരെയുള്ള അന്ന് പറഞ്ഞ മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും മൊഴി രേഖപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വതി. ശരി സാഗർ. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം ഓൾ ടൈംസ് അല്ല, എന്നാലും തെറ്റില്ലാത്ത പടമാണ്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ ആക്ടിംഗ് ഉണ്ട്. ഇറ്റ്സ് എ ഫിക്ഷണൽ കമേഴ്ഷ്യൽ മൂവി. അത് പ്രെഡിക്റ്റബിൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒന്നുമായിട്ട് തോന്നിയില്ല. പക്ഷെ വെങ്കട് പ്രഭുവിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കാണുമല്ലോ. ആരാധകർക്ക് ആവേശമായി വിജയ് ചിത്രം ഗോഡ് തിയേറ്ററുകളിൽ. കേരളത്തിൽ 700 സ്ക്രീനുകളിലായി 4000 ഷോ. മുകേഷിനും ഇടവേള ബാബുവിനും അമർ ലുലുവിനും ഇന്ന് നിർണായകം. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. തനിക്കെതിരായ പരാതിയിൽ ഗൂഢാലോചന ആരോപിച്ച് നിവിൻ പോളി ഡിജിപിക്ക് പരാതി നൽകും. അലയൊലി മാറാതെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ. പ്രതിരോധ നീക്കവുമായി പി ശശിയും. ചർച്ച ചെയ്യാൻ CPM. ഓണക്കാലത്ത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സർക്കാർ. അരിക്കും തുവരപ്പരുപ്പിനും പഞ്ചസാരയ്ക്കും വില വർദ്ധിപ്പിച്ചു. ഓണക്കിറ്റുകൾ സെപ്റ്റംബർ 9 മുതൽ റേഷൻ കടകൾ വഴി. അമേരിക്കയിലെ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ 4 മരണം. ജോർജിയയിൽ കൊല്ലപ്പെട്ടത് 2 വിദ്യാർത്ഥികളും 2 അധ്യാപകരും. അക്രമം നടത്തിയത് 14-കാരനായ വിദ്യാർത്ഥി. സിംഗപ്പൂരുമായി വിവിധ മേഖലകളിലെ സഹകരണത്തിന് ഇന്ത്യ. മോദിക്ക് പാർലമെന്റ് ഹൌസിൽ ഇന്ന് ഔദ്യോഗിക സ്വീകരണം. പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നവുമായി കൂടിക്കാഴ്ച. ലേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് അല്ല, എന്നാലും തെറ്റില്ലാത്ത പടമാണ്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ ആക്ടിംഗ് ഉണ്ട്. ഇറ്റ്സ് എ ഫിക്ഷണൽ കമേഴ്ഷ്യൽ മൂവി. അത് പ്രെഡിക്റ്റബിൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒന്നുമായിട്ട് തോന്നിയില്ല. പക്ഷെ വെങ്കട് പ്രഭുവിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കാണുമല്ലോ. ആരാധകർക്ക് ആവേശമായി വിജയ് ചിത്രം ഗോഡ് തിയേറ്ററുകളിൽ. കേരളത്തിൽ 700 സ്ക്രീനുകളിലായി 4000 ഷോ. മുകേഷിനും ഇടവേള ബാബുവിനും അമർ ലുലുവിനും ഇന്ന് നിർണായകം. വീണ്ടും വാർത്തയിലേക്ക്. PV അൻവറിന്റെ ആരോപണങ്ങൾ CPM-ൽ പ്രതിഫലിച്ചു തുടങ്ങി. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രധാന അജണ്ടയാണ്. നിജസ്ഥിതി കണ്ടെത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനമുണ്ട്. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭരണ തുടർച്ച അസാധ്യമെന്നും അഭിപ്രായം ഉയരുകയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം മനസ്സിലാകുന്നുണ്ട് എന്നും കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിധം പാർട്ടി തകരില്ല എന്നും പ്രതിനിധികൾ പറഞ്ഞു. VV അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, നിജസ്ഥിതി കണ്ടെത്തണം എന്ന ആവശ്യം ഉയരുന്നു. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രധാന അജണ്ടയായ അൻവറിന്റെ ആരോപണങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? PV അൻവറിന്റെ ആരോപണങ്ങൾ എന്ത് ലക്ഷ്യമിട്ടാണോ, അല്ലെങ്കിൽ ആരാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ, PV അൻവറിന്റെ പിന്നിൽ അവർ എന്താണോ ലക്ഷ്യമിട്ടത്, അത് കൃത്യമായി CPM-ൽ പ്രതിഫലിച്ചു തുടങ്ങിയെന്ന് വേണം പറയാൻ. കാരണം ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഇത് മാറുകയാണ്. പാർട്ടി അണികളിൽ, പാർട്ടി അംഗങ്ങളിൽ, പാർട്ടി നേതൃത്വത്തിൽ വലിയ ആശങ്കയും എന്താണ് സംഭവിക്കുന്നതെന്ന വലിയ ആകാംക്ഷയുമുണ്ട് അൻവറിന്റെ ആരോപണങ്ങളിൽ. അത് പാർട്ടി ബ്രാഞ്ച് സമ്മേളനത്തിൽ തന്നെ പ്രതിഫലിക്കുകയാണ്. സമ്മേളനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, അത് ലോക്കലും ഏരിയയും ജില്ലയൊക്കെ എത്തുമ്പോൾ ഈ വിഷയം
CPM-ൽ ആളിക്കത്തുമെന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആഭ്യന്തര വകുപ്പിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വലിയ വിമർശനം തെറ്റുതിരുത്തൽ രേഖയുടെ ചർച്ച കാലത്തെന്ന പോലെ ഇപ്പോൾ ഈ സമ്മേളന കാലത്തും ഉയരുന്നു. വലിയ വിമർശനമാണ്. ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ കയറൂരി വിടുന്ന അനുഭവമാണുള്ളത്. ഇങ്ങനെ പോയാൽ അത് സർക്കാരിന് വലിയ ചീത്തപ്പേര് ഇനിയും ഉണ്ടാക്കും. ഭരണത്തുടർച്ച നഷ്ടപ്പെടും, ഭരണ തുടർച്ചയെന്ന് സ്വപ്നമായി അവശേഷിക്കും തുടങ്ങിയ കാര്യങ്ങൾ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിന്റെ, മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ, പൊളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ അഭാവം, ആ ശൂന്യത വലിയ രീതിയിൽ പാർട്ടിയെ ഇപ്പോൾ അലട്ടുന്നു എന്ന അഭിപ്രായം സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്നു. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ പ്രതിസന്ധിയൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്തതിനെ അതിന് പറ്റുന്ന ഒരു നേതൃത്വം ഇപ്പോൾ ഇല്ലാതെ പോയി എന്ന ഒരു അഭിപ്രായങ്ങൾ കൂടി ഇന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉയരുന്നുണ്ട്. അരുൺ, ഈ പാർട്ടി രേഖയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആർഭാടം വേണ്ട എന്ന തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യം വരുന്നു. ഭക്ഷണത്തിലും പ്രചരണത്തിലും ആർഭാടം ഒഴിവാക്കണമെന്നും പറയുന്നുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ കൂടി. സമ്മേളനകാലം CPM-ന് ആഘോഷകാലം കൂടിയാണ്. നേരത്തെയൊക്കെ ഒരു കൂട്ടായ്മകളുടെ ഒരു തെളിവായി അത് മാറാറുണ്ട്. അതായത് പാർട്ടി പ്രവർത്തകർ, കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ പാർട്ടി കുടുംബങ്ങൾ തന്നെ ഇറങ്ങി സമ്മേളനങ്ങൾ നടത്തുന്നു. അത് അലങ്കാരമാകട്ടെ, ഭക്ഷണകാര്യമാകട്ടെ ഒക്കെ പാർട്ടി പ്രവർത്തകരുടെ കുടുംബങ്ങളുടെ വലിയൊരു പങ്കാളിത്തം അതിൽ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി സമ്മേളനങ്ങൾ വലിയ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുന്നത് പോലെ, അത് താഴെത്തട്ട് സമ്മേളനം, ബ്രാഞ്ച് കഴിഞ്ഞാൽ ലോക്കൽ മുതൽ അങ്ങനെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളെ സമ്മേളനങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു ശീലം CPM-നുണ്ട്. അത്യാഡംബരപൂർവ്വം പലതും ആഘോഷമാക്കി മാറ്റുന്നു. അത് ഏരിയ സമ്മേളനങ്ങൾ പോലും സംസ്ഥാന സമ്മേളനത്തിന്റെ പകിട്ടിൽ പലപ്പോഴും പലയിടങ്ങളിലും നടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ അതൊന്നും വേണ്ട നിർദ്ദേശമാണ് നേതൃത്വം നൽകുന്നത്. മേൽത്തട്ടിൽ സമ്മേളനങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ സമ്മേളനങ്ങളെങ്കിലും മിതമായി നടത്തണം. ബ്രാഞ്ച് സമ്മേളനങ്ങളിലും മറ്റും ഭക്ഷണം പോലും പൊതിച്ചോറ് കൊണ്ടുവന്ന് നടത്തണം. അത്രയധികം അസമാനമായ രീതിയിലേക്ക് പോകണം. കൂറ്റൻ കട്ടൗട്ടുകൾ, അതുപോലെ തന്നെ കമാനങ്ങളൊന്നും പാടില്ല. സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ, അതായത് സമ്മേളനങ്ങളിൽ ബാഗും അതുപോലുള്ള വലിയ പലപ്പോഴും മറ്റ് വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളുമൊക്കെ കൊടുക്കുന്ന പതിവുണ്ട്. അതൊക്കെ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ്. പരമാവധി ചെലവ് ചുരുക്കി ആർഭാടമില്ലാതെ സമ്മേളനം നടത്തണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന സമിതി പാർട്ടി ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ശരി, VV അരുണാണ് തിരുവനന്തപുരത്തു നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. PV അൻവർ MLA-ക്ക് കളിത്തോക്ക് അയച്ചു നൽകി യൂത്ത് ലീഗ്. യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് അൻവർ MLA-ക്ക് കളിത്തോക്ക് അയച്ചു കൊടുത്തത്. പൂക്കോട്ടുപാടത്തായിരുന്നു വേറിട്ട പ്രതിഷേധം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് PV അൻവർ MLA തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് മലപ്പുറം കളക്ടർ VR വിനോദിന് മുൻപിൽ ഗൺ ലൈസൻസിന് അപേക്ഷ നൽകിയത്. നിലവിലെ പോലീസ് സുരക്ഷയ്ക്ക് പുറമെയാണ് അൻവറിന്റെ തോക്കിനായിട്ടുള്ള അപേക്ഷ. ഇതിനെ പരിഹസിച്ചാണ് യൂത്ത് ലീഗ് MLA-ക്ക് കളിത്തോക്ക് അയച്ചു നൽകിയത്. അദ്ദേഹത്തിന് പിണറായി വിജയന്റെ പോലീസ് തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ, മലപ്പുറം ജില്ലാ കളക്ടർ തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി യൂത്ത് ലീഗ് ഒരു തോക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ കേരളത്തിൽ മറ്റു പേടിയുള്ള MLA-മാരോ മറ്റു പ്രമുഖ ഉദ്യോഗസ്ഥരോ അതുപോലെ തന്നെ പൊതുജനങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ അവർക്കും ഞങ്ങൾ തോക്ക് അയച്ചു നൽകാൻ സന്നദ്ധമാണെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിലവിൽ കേരളത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ മറ്റുദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ അവർക്കും കളിത്തോക്ക് അയച്ചു നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പരിഹസിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. MSP കമാൻഡ് ചുമതലയിലിരിക്കെ മലപ്പുറം SP സുജിത് ദാസ് MSP സ്കൂളിൽ അനധികൃത നിയമനം നടത്തിയെന്ന് ആക്ഷേപം. PSC-യിൽ നിന്നും നിയമനം നടത്തണമെന്ന നിർദ്ദേശം അട്ടിമറിച്ച് MSP-യിൽ കോഴ വാങ്ങി നിയമനം നടത്തിയെന്നാണ് KSU-ന്റെ ആരോപണം. 2021 ഫെബ്രുവരിയിലാണ് MSP സ്കൂളിലെ നിയമനങ്ങൾ PSC-ക്ക് വിടാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വരുന്നത്. എന്നാൽ അതേ വർഷം നവംബറിൽ ഈ നിർദ്ദേശം അട്ടിമറിച്ച് കോഴ വാങ്ങി അധ്യാപക നിയമനം നടത്തിയെന്നാണ് KSU-ന്റെ ആക്ഷേപം. നിർബന്ധിത പിരിവ് MSP-യുടെ കോഡൂർ, മലപ്പുറം സഹകരണ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു. ഏകദേശം 15 മുതൽ 20 ലക്ഷം രൂപ വരെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. ഒരു അധ്യാപക നിയമനത്തിന് MSP-യുടെ അദ്ദേഹം അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കുന്ന അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ നിന്നുള്ള പണം ചിലവഴിച്ച് അവിടെ ഒരു ബിൽഡിംഗ് പണിതിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും എത്ര രൂപക്ക് കൊട്ടേഷൻ കൊടുത്തു, എസ്റ്റിമേറ്റ് എടുത്തു, ആര് ആ വർക്ക് എടുത്തു എന്നതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം അദ്ദേഹം സാമ്പത്തികമായി പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മുമ്പ് നടന്ന നിയമനങ്ങളിൽ പോലും അദ്ദേഹം കോഴ ആവശ്യപ്പെട്ട് അവരുടെ സർവീസ് റെക്കോർഡും രേഖകളും മനഃപൂർവ്വം 2 വർഷത്തോളം വൈകിപ്പിച്ചു എന്ന വസ്തുതയും നമുക്ക് അന്വേഷണത്തിൽ കിട്ടും. അതുവരെ MSP അക്കൗണ്ട് കൈകാര്യം ചെയ്തത് സ്കൂൾ അതോറിറ്റി ആയിരുന്നെങ്കിൽ സുജിത് ദാസ് പ്രിൻസിപ്പലിനെ നിലനിർത്തി അക്കൗണ്ട് ഓപ്പറേഷൻ സ്വന്തം പേര് കൂടി ചേർത്ത് പണക്രയ വിക്രയം സ്വന്തം കൈകാര്യത്തിലാക്കുകയും ചെയ്തുവെന്നും ഇവർ ആരോപിക്കുന്നു.
അദ്ദേഹം ഈ രാജീവിന്റെ മകൾക്ക് ഈ BJPയുടെ ഉന്നതനായ നേതാവിന്റെ മകൾക്ക് വഴിവിട്ട നിയമനം നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് അട്ടിമറിച്ച് ഈ നോട്ടിഫിക്കേഷൻ 18/11/2021 സുജിത്താസ് IPS ഒപ്പുവെച്ച് അദ്ദേഹത്തിന്റെ MSPയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്ന ഇന്റർവ്യൂവിന്റെയും അതുപോലെ എഴുത്തു പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ അദ്ദേഹം ഇറക്കി. തുടർന്ന് 6ഓളം നിയമനങ്ങൾ അദ്ദേഹം ഡയറക്റ്റ് നടത്തി. പിന്നീട് വന്ന MSP കമാൻഡന്റുമാർ സുജിത് ദാസിന്റെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുടെയും നിയമന ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ നിയമനങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ഫലത്തിൽ സ്കൂളിൽ 15ഓളം അധ്യാപകരുടെ കുറവ് വരികയും ചെയ്തിട്ടുണ്ട്. അധ്യാപകരുടെ കുറവ് സ്കൂളിന്റെ നിലവാരത്തെ തകർത്ത് പിന്നോട്ടടിച്ചുവെന്നും സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നുമാണ് ഇവരുടെ ആക്ഷേപം. ന്യൂസ് 18 മലപ്പുറം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നാട്ടിലെ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങി. പാർട്ടി ശക്തി കേന്ദ്രമായ മൊറാഴയിലെ 5ാം പീടികയിലെ സമ്മേളനമാണ് മുടങ്ങിയത്. അങ്കണവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ നേതൃത്വവുമായുള്ള തർക്കമാണ് സമ്മേളനം നിർത്തിവെക്കാൻ കാരണമെന്നാണ് വിവരം. ഇന്നലെയായിരുന്നു പാർട്ടി സമ്മേളനം നടക്കേണ്ടിയിരുന്നത്. 14 അംഗങ്ങളുള്ള ബ്രാഞ്ചിൽ ഒരാൾ പോലും സമ്മേളനത്തിന് എത്തിയില്ല. വിഷയങ്ങൾ ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ കൃത്യമായ ഇടപെടൽ നടത്തിയില്ല എന്നതാണ് ബ്രാഞ്ച് കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണമെന്ന് KM ഷാജി. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. മുസ്ലിം ലീഗും പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും KM ഷാജി പറഞ്ഞു. നിങ്ങളിത് വിശ്വസിക്കാതിരിക്കരുത്. ഞാൻ ഇന്നലെ അത് കോട്ട് ചെയ്തിരുന്നു. എന്നുവെച്ചാൽ അൻവറിന് തന്നെ ഒരു വിശ്വാസം ഇല്ലേ വേണ്ട. കാരണം പിന്നെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീട്ടിന് മുമ്പിൽ കരിമ്പുലി കണ്ടു. പിന്നെ ജപ്പാനിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ എന്നൊക്കെ പറയുന്ന വർത്താനം തന്നെയാണ് ഇതും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്നാണ് പത്രക്കാരോട് നേരത്തെ തന്നെ അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്ന പോലെ പറഞ്ഞിട്ടുള്ളത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി MB രാജേഷ്. സർക്കാർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. പറയാനുള്ളത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികളെല്ലാം മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി സമ്മേളനങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, സാർവദേശീയവും ദേശീയവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വേദിയാണ് പാർട്ടി സമ്മേളനം. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ADGPക്കെതിരായ പരാതി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് തട്ടിപ്പാണ്. എന്തിനാണ് മുഖ്യമന്ത്രി ADGPയെ പേടിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറിയും കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖ്യ പത്രാധിപരുമായിരുന്ന KL മോഹനവർമ്മ BJPയിൽ ചേർന്നു. രാവിലെ സ്വവസതിയിൽ വെച്ച് അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാർ രൂപവൽക്കരിച്ച പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കുന്നതിന് മുന്നേ അന്വേഷണത്തിൽ അപാകത ആരോപിച്ചുള്ള ഹർജി അപക്വവും പ്രശസ്തി മാത്രം ലക്ഷ്യം വെച്ചുള്ളതുമാണെന്നും കോടതി നിരീക്ഷിച്ചു. പൊതുപ്രവർത്തകൻ ജോർജ് വട്ടക്കുളം സമർപ്പിച്ച ഹർജിയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A മുഹമ്മദ് മുസ്തഖ്, ജസ്റ്റിസ് S മനു എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. എല്ലാ പ്രശ്നങ്ങളെയും മുഖ്യമന്ത്രി നിയമാനുസരണം കൈകാര്യം ചെയ്യുകയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഹേമ കമ്മിറ്റി, PV അൻവറിന്റെ ആരോപണങ്ങൾ തുടങ്ങി എല്ലാ വിഷയങ്ങളെയും അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. P ശശിക്കും ADGPക്കുമെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുകയാണെന്നും V ശിവൻകുട്ടി പറഞ്ഞു. ഇടവേള. ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. തനിക്കെതിരായ പരാതിയിൽ ഗൂഢാലോചന ആരോപിച്ച് നിവിൻ പോളി DGPക്ക് പരാതി നൽകും. അലയൊലി മാറാതെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പ്രതിരോധ നീക്കവുമായി P ശശിയും ചർച്ച ചെയ്യാൻ CPM. ഓണക്കാലത്ത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സർക്കാർ. അരിക്കും തുവരപ്പരിപ്പിനും പഞ്ചസാരയ്ക്കും വില വർദ്ധിപ്പിച്ചു. ഓണക്കിറ്റുകൾ സെപ്റ്റംബർ 9 മുതൽ റേഷൻ കടകൾ വഴി. അമേരിക്കയിലെ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ 4 മരണം. ജോർജിയയിൽ കൊല്ലപ്പെട്ടത് 2 വിദ്യാർത്ഥികളും 2 അധ്യാപകരും.
അക്രമം നടത്തിയത് 14-കാരനായ വിദ്യാർത്ഥി. സിംഗപ്പൂരുമായി വിവിധ മേഖലകളിലെ സഹകരണത്തിന് ഇന്ത്യ. മോദിക്ക് പാർലമെന്റ് ഹൌസിൽ ഇന്ന് ഔദ്യോഗിക സ്വീകരണം. പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നവുമായി കൂടിക്കാഴ്ച. തെറ്റില്ലാത്ത പടമാണ്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ ആക്ടിംഗ് ഉണ്ട്. ഇറ്റ്സ് എ ഫിക്ഷണൽ കമേഴ്ഷ്യൽ മൂവി. അത് പ്രെഡിക്റ്റബിൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒന്നുമായിട്ട് തോന്നിയില്ല. പക്ഷെ വെങ്കട് പ്രഭുവിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കാണുമല്ലോ. ആരാധകർക്ക് ആവേശമായി വിജയ് ചിത്രം ഗോഡ് തിയേറ്ററുകളിൽ. കേരളത്തിൽ 700 സ്ക്രീനുകളിലായി 4000 ഷോ. മുകേഷിനും ഇടവേള ബാബുവിനും അമർ ലുലുവിനും ഇന്ന് നിർണായകം. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. തനിക്കെതിരായ പരാതിയിൽ ഗൂഢാലോചന ആരോപിച്ച് നിവിൻ പോളി DGPക്ക് പരാതി നൽകും. അലയൊലി മാറാതെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ. പ്രതിരോധ നീക്കവുമായി P ശശിയും. ചർച്ച ചെയ്യാൻ CPM. ഓണക്കാലത്ത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സർക്കാർ. അരിക്കും തുവരപ്പരുപ്പിനും പഞ്ചസാരയ്ക്കും വില വർദ്ധിപ്പിച്ചു. ഓണക്കിറ്റുകൾ സെപ്റ്റംബർ 9 മുതൽ റേഷൻ കടകൾ വഴി. അമേരിക്കയിലെ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ 4 മരണം. ജോർജിയയിൽ കൊല്ലപ്പെട്ടത് 2 വിദ്യാർത്ഥികളും 2 അധ്യാപകരും. അക്രമം നടത്തിയത് 14-കാരനായ വിദ്യാർത്ഥി. സിംഗപ്പൂരുമായി വിവിധ മേഖലകളിലെ സഹകരണത്തിന് ഇന്ത്യ. മോദിക്ക് പാർലമെന്റ് ഹൌസിൽ ഇന്ന് ഔദ്യോഗിക സ്വീകരണം. പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നവുമായി കൂടിക്കാഴ്ച. ലേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് അല്ല, എന്നാലും തെറ്റില്ലാത്ത പടമാണ്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ ആക്ടിംഗ് ഉണ്ട്. ഇറ്റ്സ് എ ഫിക്ഷണൽ കമേഴ്ഷ്യൽ മൂവി. അത് പ്രെഡിക്റ്റബിൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒന്നുമായിട്ട് തോന്നിയില്ല. പക്ഷെ വെങ്കട് പ്രഭുവിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കാണുമല്ലോ. ആരാധകർക്ക് ആവേശമായി വിജയ് ചിത്രം ഗോഡ് തിയേറ്ററുകളിൽ. കേരളത്തിൽ 700 സ്ക്രീനുകളിലായി 4000 ഷോ. മുകേഷിനും ഇടവേള ബാബുവിനും അമർ ലുലുവിനും ഇന്ന് നിർണായകം. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. തനിക്കെതിരായ പരാതിയിൽ ഗൂഢാലോചന ആരോപിച്ച് നിവിൻ പോളി DGPക്ക് പരാതി നൽകും. അലയൊലി മാറാതെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ. പ്രതിരോധ നീക്കവുമായി P ശശിയും. ചർച്ച ചെയ്യാൻ CPM. ഓണക്കാലത്ത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സർക്കാർ. അരിക്കും തുവരപ്പരുപ്പിനും പഞ്ചസാരയ്ക്കും വില വർദ്ധിപ്പിച്ചു. ഓണക്കിറ്റുകൾ സെപ്റ്റംബർ 9 മുതൽ റേഷൻ കടകൾ വഴി. ഇടുക്കി ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട റവന്യൂ മന്ത്രി. അതീവ പരിസ്ഥിതിലോല മേഖലയായ മൂന്നാർ ചൊക്രമുടിയിൽ സ്വകാര്യ വ്യക്തി 60-ലധികം പ്ലോട്ടുകൾ വിറ്റു എന്നാണ് കണ്ടെത്തൽ. 5 മുതൽ 15 സെന്റ് വരെയുള്ള 60-ലധികം പ്ലോട്ടുകളാണ് വിറ്റത്. പ്രദേശത്ത് പാറ പൊട്ടിച്ചും കുന്നുകൾ ഇടിച്ചു നിരത്തിയും മരങ്ങൾ മുറിച്ചു കടത്തിയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ചൊക്രമുടിയിലെ, അതായത് മൂന്നാർ ഗ്യാപ്പ് റോഡിന് സമീപ മേഖലയായ ചൊക്രമുടിയിൽ നിന്നും വലിയ തോതിലുള്ള പാറഖനനവും
ഒപ്പം മരം മുറിച്ചു കടത്തുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസമാണ് പുറത്തേക്ക് വന്നത്, ന്യൂസ് പുറത്തേക്ക് വിട്ടത്. അതോടൊപ്പം തന്നെയാണ് വലിയ തോതിലുള്ള ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. ഈ സംഭവത്തിൽ ഈ മേഖലയിൽ വലിയ തോതിലുള്ള ഖനനം നടന്നിട്ടും റവന്യൂ വകുപ്പോ അധികൃതരോ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ടായിരുന്നു. അതായത് ഏകദേശം 20 ഏക്കറോളം ഭൂമി വിവിധ പ്ലോട്ടുകളായി 5 മുതൽ 15 മുതൽ ഉള്ള സെന്റുകളായുള്ള പ്ലോട്ടുകളായി മറിച്ചു വിൽക്കുന്നതായിട്ടാണ് ആരോപിക്കുന്നത്. ഇത് റെഡ് സോണിൽ ഉൾപ്പെട്ട ഒരു മേഖലയാണ്, അതീവ പരിസ്ഥിത മേഖലയാണ്. ഇവിടെ എത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കാൻ എങ്ങനെ അനുമതി കിട്ടി എന്നൊക്കെ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. ഈ ഭൂമിയെ സംബന്ധിച്ച് കൂടുതൽ വിവാദങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമി ഈ വർഷം ആദ്യം മേഖലയിലെ CPI നേതാവ് മുൻ CPI നേതാവായ ആളാണ് അടിമാൽ സ്വദേശിക്ക് വിറ്റു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അയാൾ 7 ലക്ഷം രൂപ നിരക്കിലാണ് ഈ 12 ഏക്കർ ഭൂമി ഇയാൾക്ക് കൈവശ ഭൂമി മറിച്ചുവിട്ടതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഈ രേഖ 1984 കാലഘട്ടത്തിൽ ഇയാൾ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അത്തരത്തിൽ എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഈ പ്രദേശത്തെ മുൻ CPI ശരി, പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. PC ചാക്കോ മിനിയാന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലായി ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ എനിക്കറിയില്ല. കാരണം നിങ്ങൾ പാർട്ടി പ്രസിഡന്റിനോട് ചോദിച്ചു, അദ്ദേഹം ആ വിഷയം വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും അത് സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതല്ലേ അത് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞല്ലോ. മന്ത്രിസ്ഥാനത്തേക്ക് മാറ്റങ്ങൾ സംബന്ധിച്ച ഒരു ചർച്ചയും ഞങ്ങളുടെ പാർട്ടിയിൽ നടത്തിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ആ പ്രശ്നം മറ്റേതെങ്കിലും ചോദ്യത്തിനോ ഉത്തരങ്ങൾക്കോ പ്രസക്തിയില്ലാത്ത ഒരു ചോദ്യമായി മാറിയിട്ടുണ്ട്. ഇപ്പം എന്നോടിപ്പോൾ നിങ്ങൾ ചോദിച്ചിരുന്ന വാർത്തയല്ലേ? അല്ല, അത് എന്നോടിപ്പം നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇല്ലയെന്ന് നിഷേധിച്ചു ഒരു വാർത്തയല്ലേ? അപ്പോൾ നിങ്ങളോട് മിണ്ടാതിരിക്കണം. അതിനാൽ നിങ്ങളോട് എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല എന്ന് മാത്രം പറയണം. അപ്പം അങ്ങനെയല്ലല്ലോ നമ്മൾ പറയാം. ഇപ്പം തന്നെ കണ്ടില്ല, നമ്മളൊരു തമാശക്ക് പറയുന്ന കാര്യം പോലും നിങ്ങൾ വാർത്തയായി കൊടുത്താൽ ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ വാർത്ത ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു വാക്ക് വീണ് കിട്ടുമെന്ന് ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മിനിയാന്ന് മാധ്യമങ്ങൾ എറണാകുളത്ത് വെച്ച് പാർട്ടി പ്രസിഡന്റിനെ കണ്ടിരുന്നു. കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് NCPയിൽ മന്ത്രിയെ മാറ്റുന്നത് സംബന്ധിച്ച ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഒരു അഭിപ്രായം കമൻസ് അതുമായി ബന്ധപ്പെട്ടത് പറയുന്നത് ഒരർത്ഥവുമില്ലാത്ത കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം താങ്കളുടെ ഭാഗത്ത് പാർട്ടിക്കുണ്ടോ? കാരണം അല്ല, അഥവാ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം ഉദിക്കുന്നില്ല. അങ്ങനെയൊന്നും ഇല്ലയെന്ന് പ്രസിഡന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമ്മർദ്ദം ഇല്ലാത്തൊരു കാര്യത്തിന് എങ്ങനെ സമ്മർദ്ദം ചെലുത്തുക? ഉള്ള കാര്യത്തിലല്ലേ സമ്മർദ്ദം. അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വേറെ ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ നിഷേധിക്കാനും അംഗീകരിക്കാനും പോകില്ല. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ആ പറഞ്ഞതിന് ശേഷം മറ്റൊരു പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? ഇതേ പ്രസിഡന്റാണ് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഇങ്ങനെ പാർട്ടിയിൽ ആവശ്യമുണ്ടോ എന്ന് അറിയിച്ചത്. ആണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മുഖ്യമന്ത്രിയോട്? എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം വന്നത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കേരളത്തിലെ ഒരു LDFിലെ ഘടകകക്ഷിയുടെ ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഇപ്പോൾ നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ വസ്തുതാപരമായി മനസ്സിലാക്കാനോ കാര്യങ്ങൾ അറിയാനോ ആശയവിനിമയം നടത്താനോ ഒരു ഘടകകക്ഷി നേതാവ് മുഖ്യമന്ത്രിയെ കാണുന്നത് സ്വാഭാവികമായ നടപടി മാത്രമാണ്. അതിന് പ്രത്യേകം വെച്ച് എന്തെങ്കിലും ഒരു അതേ പറഞ്ഞല്ലോ, മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് പറയാനാണ് പോയതെന്ന് എങ്ങനെയാണ് പറയാം? ഈ ആവശ്യം താങ്കളോട് പറഞ്ഞെങ്കിലും MLA സ്ഥാനം കൂടി രാജിവെക്കും? ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് മന്ത്രിസ്ഥാനം മാറണ്ടോ എന്ന് പറയാം. കാരണം അങ്ങനെ ഇല്ലാത്തൊരു പ്രശ്നം എന്നോട് പറയാൻ കഴിയില്ലല്ലോ. പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമായ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം തന്നെ എന്നോട് പറയുന്നത്. ഉള്ള കാര്യമല്ലേ പറയേണ്ടത്. ഇല്ലാത്തൊരു കാര്യം എന്നോട് ഇങ്ങനെയുണ്ട്, ഞങ്ങളിങ്ങനെ ആരും ആലോചിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുന്നു എന്നാ പറയാ. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ MLA സ്ഥാനം ഒഴിയുന്ന പ്രചരണമുണ്ട്, അതിനെങ്ങനെയാണ്? അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊരു ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പിന്നെ കൂടുതൽ ഇപ്പോൾ ഈ ചോദിച്ച് ഞാൻ പറഞ്ഞ അതൊരു പ്രസ്താവനയാണല്ലോ. അപ്പം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു ന്യൂ വാർത്ത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം അങ്ങനെ വാർത്ത ഉണ്ടാക്കേണ്ട യാതൊരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വാർത്ത കൊടുത്തവർക്ക് നിരാശപ്പെടേണ്ടി വരും, മറ്റു തരത്തിൽ വാർത്ത കൊടുത്താൽ. അല്ല, അത് പറയേണ്ട ആൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ചർച്ചയില്ല എന്ന് പറഞ്ഞാൽ. എനിക്ക് എൻ്റെ എന്തെങ്കിലും ഒരു സംശയം തോന്നണമെങ്കിൽ എന്നോട് ആരെങ്കിലും പറയുക, കാരണം പറയേണ്ടയാൾ അങ്ങനെ ഒരു ചർച്ച നമ്മുടെ പാർട്ടിയിൽ നടക്കുന്നില്ല, അതില്ലാത്തൊരു ചർച്ചയാണ്, അനാവശ്യമായ പ്രചരണമാണ്, തെറ്റായ പ്രചാര വേലയാണ്, അതിൽ നിന്നും ദയവായി മാധ്യമങ്ങൾ പിൻവാങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിൻവാങ്ങില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യും? ശരി. മന്ത്രിസ്ഥാനം മാറുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും NCPയിൽ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റ് വാർത്തകൾ അത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഇടവേള. ായ വെടിവയ്പിൽ 4 മരണം. ജോർജിയയിൽ കൊല്ലപ്പെട്ടത് 2 വിദ്യാർത്ഥികളും 2 അധ്യാപകരും. അക്രമം നടത്തിയത് 14-കാരനായ വിദ്യാർത്ഥി. സിംഗപ്പൂരുമായി വിവിധ മേഖലകളിലെ സഹകരണത്തിന് ഇന്ത്യ. മോദിക്ക് പാർലമെന്റ് ഹൌസിൽ ഇന്ന് ഔദ്യോഗിക സ്വീകരണം. പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നവുമായി കൂടിക്കാഴ്ച. ലേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് അല്ല, എന്നാലും തെറ്റില്ലാത്ത പടമാണ്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, വിജയുടെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, വിജയുടെ ആക്ടിംഗ് ഉണ്ട്. ഇറ്റ്സ് എ ഫിക്ഷണൽ കമേഴ്ഷ്യൽ മൂവി. അത് പ്രെഡിക്റ്റബിൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒന്നുമായിട്ട് തോന്നിയില്ല. പക്ഷെ വെങ്കട് പ്രഭുവിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കാണുമല്ലോ. ആരാധകർക്ക് ആവേശമായി വിജയ് ചിത്രം ഗോഡ് തിയേറ്ററുകളിൽ. കേരളത്തിൽ 700 സ്ക്രീനുകളിലായി 4000 ഷോ. മുകേഷിനും ഇടവേള. പൂർണ്ണത. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ കൊയിലാണ്ടി കോട്ടക്കൽ സ്വദേശി M നൌഷാദിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി കണ്ണൂർ സ്വദേശി PK ഷഹീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി അടിമാലി ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കുരങ്ങാട്ടി ഗ്രാമം ഇപ്പോഴും പരിധിക്ക് പുറത്താണ്. മൊബൈൽ നെറ്റ്വർക്ക് സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം കാലങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുമ്പോഴും അധികൃതർ ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. അടിമാലി ടൗണിൽ നിന്ന് കുറച്ചു ദൂരമേ കുരങ്ങാട്ടി ഗ്രാമത്തിലേക്കുള്ളൂ. സമീപ പ്രദേശങ്ങളിലൊക്കെ മൊബൈൽ നെറ്റ്വർക്ക് സൗകര്യമുള്ളപ്പോഴും കുരങ്ങാട്ടി ഇപ്പോഴും പരിധിക്ക് പുറത്താണ്. വിദ്യാർത്ഥികളും മൊബൈൽ കവറേജ് ഇല്ലാത്തതുമൂലം ഏറെ ബുദ്ധിമുട്ടിലാണ്. നിർമ്മാണം പൂർത്തീകരിച്ച BSNL ടവർ കമ്മീഷൻ ചെയ്യാൻ അധികൃതർ ഇനിയും തയ്യാറാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. എന്നാൽ ഇവിടെ റേഞ്ചില്ല. കാരണം ഇവിടെ ടവർ ഒരെണ്ണം പണിത് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അത് കുറേ മാസങ്ങളായി അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട്, പക്ഷെ അത് ഇത്രയും നാളായിട്ട് ഓപ്പൺ ആയിട്ടില്ല. അത് അവരോട് ചോദിക്കുമ്പോൾ പറയും അടുത്ത മാസം 30-ാം തീയതി, അടുത്ത മാസം 30-ാം തീയതി. ആ ഇലക്ഷൻ മുമ്പ് വരെ വന്ന് ഇലക്ഷൻ കഴിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇത് ഉദ്ഘാടനം ഇത് ഓപ്പൺ ചെയ്യാത്തത്. ആ ഇലക്ഷനും കഴിഞ്ഞു, അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ടും അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. വിദ്യാലയങ്ങൾ, പൊതുവിതരണ കേന്ദ്രം, ആരോഗ്യ കേന്ദ്രം തുടങ്ങിയ പല സ്ഥാപനങ്ങളും കുരങ്ങാട്ടിയിലുണ്ട്. പ്രകൃതി മനോഹരമായ പ്രദേശമായതിനാൽ നിരവധി വിനോദസഞ്ചാരികളും ഇവിടേക്കെത്താറുണ്ട്.
എന്നാൽ മൊബൈൽ കവറേജ് ലഭ്യമല്ലാത്തതിനാൽ കുരങ്ങാട്ടി ഗ്രാമത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും താളം തെറ്റുകയാണ്. കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും ഇവിടെ രൂക്ഷം. പ്രദേശവാസികൾക്ക് പുറം ലോകത്തേക്ക് ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിൽ മൊബൈൽ ടവർ എത്രയും പെട്ടെന്ന് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 അടിമാലി. കൊച്ചി സെന്റ് തെരേസസ് കോളേജിൽ ഓണം സെയിൽ തുടരുകയാണ്. ആരവം 2024 എന്ന പേരിലാണ് സെയിൽ. സെയിന്റ് തെരേസാസ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണം സെയിൽ. നാളെയും മറ്റന്നാളുമാണ് മെഗാ സെയിൽ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൌശല വിദഗ്ധരും ഡിസൈനേഴ്സും തയ്യാറാക്കിയ വിവിധ വസ്തുക്കൾ മേളയിലുണ്ട്. വസ്ത്രങ്ങൾ, ജുവലറി, അലങ്കാര വസ്തുക്കൾ അടക്കം മേളയിലുണ്ട്. ഫുഡ് സ്റ്റോളും മേളയുടെ ആകർഷണമാണ്. ഒപ്പം കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ആരവം 2024 എന്ന പേരിലാണ് സെയിൽ. ന്യൂസ് 18 കൊച്ചി. പട്ടാമ്പി വല്ലപ്പുഴയിൽ നിന്നും 153 കിലോ ചന്ദനവുമായി 2 പേർ വനംവകുപ്പിന്റെ പിടിയിലായി. വല്ലപ്പുഴ സ്വദേശികളായ അബ്ദുൾ അസീസ്, ഹംസപ്പ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചന്ദനം കടത്താൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തു. അബ്ദുൾ അസീസ്, ഹംസപ്പ എന്നിവരെയാണ് വനംവകുപ്പ് പിടികൂടിയത്. പാലക്കാട് കുലുകല്ലൂർ മപ്പാട്ടുകരയിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ പദ്ധതി. ഇതിനായി 6 കോടി രൂപ വകയിരുത്തിയതായി മുഹമ്മദ് മോസിൻ MLA അറിയിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് അടിപ്പാത എന്നത്. പൊതുമരാമത്ത് പാലം വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. പദ്ധതി യാഥാർത്ഥ്യമായാൽ കുലുകല്ലൂർ മപ്പാട്ടുകര പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാകും. കായംകുളം കൃഷിഭവന്റെ സഹായത്തോടെ ചെയ്ത കരുനൽ കൃഷിയിൽ 100 മേനി വിളവ്. 14-ാം വാർഡിൽ വത്സ ബി വർഗീസിന്റെ 75 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. ജൈവവളമാണ് ഉപയോഗിച്ചത്. നേരത്തെ ഇവിടെ എള്ള് കൃഷി നടത്തിയിരുന്നു. 90 ദിവസം മൂപ്പുള്ള ഓണം എന്ന വിത്തിനമാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് നിർവഹിച്ചു. നാടൻ കറിയിലകൾ കൊണ്ട് 50ഓളം വിഭവങ്ങൾ തയ്യാറാക്കി കാസർഗോഡ് പടന്ന GUP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അമ്മമാർ. കുട്ടികൾക്ക് ഇലക്കറികളുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് PTA-യും വിക്കോ ക്ലബും ചേർന്ന് ഇലക്കറി മേള ഒരുക്കിയത്. ഇലക്കറികളുടെ പെരുമ വിളിച്ചോതുന്നതായിരുന്നു മേള. അമ്മമാർ വീടുകളിൽ നിന്നും തയ്യാറാക്കിയ വ്യത്യസ്ത തരം വിഭവങ്ങൾ കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ഗുണങ്ങൾ വിവരിച്ചു നൽകുകയും ചെയ്തു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മേളയിൽ തോരൻ, ചമ്മന്തി, പച്ചടി ഇനങ്ങളായിരുന്നു കൂടുതലും. മുത്തുൾ കൊണ്ടുള്ള ചമ്മന്തിയും പച്ചടിയും തോരനും രുചിയിൽ മികച്ചു നിന്നു. രുചി വൈവിധ്യങ്ങൾ ഒരുക്കുന്നതിൽ മുന്നിട്ട് നിന്നത് മുരിങ്ങയിലയായിരുന്നു. പലതരം ചീരകൾ, തഴുതാമ, താള്, കൊടുത്തൂവ എന്നിവയെല്ലാം വ്യത്യസ്ത രുചികളിൽ മേശമേൽ നിരന്നു. വിദ്യാലയത്തിൽ നടത്തിയ സർവേയിൽ കുട്ടികളിൽ പോഷകക്കുറവ് കണ്ടെത്തിയതിനെ തുടർന്ന് ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് മേള സംഘടിപ്പിച്ചത്. കുട്ടികൾക്കൊപ്പം അതിഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഇലക്കറി വിഭവങ്ങൾ രുചിച്ചറിഞ്ഞു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം മേള ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UK മുഷ്താഖ് അധ്യക്ഷനായി. വനമിത്ര പുരസ്കാര ജേതാവ് KV കൃഷ്ണപ്രസാദ് വൈദ്യർ ഇലക്കറികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. പ്രഥമാധ്യാപകൻ A ലുക്മാൻ, മദർ PTA ഭാരവാഹി KM ഫൗസിയ, ഇക്കോ ക്ലബ് കോർഡിനേറ്റർ P വേണുഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 പടന്ന. പത്തനംതിട്ട കോന്നിയിലെ വകയാർ സ്വാശ്രയ വിപണി കർഷകർക്ക് എന്നും ആശ്വാസമാണ്. ഇടനിലക്കാരില്ലാതെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് കച്ചവടക്കാർക്ക് നൽകുന്നതിനാൽ കർഷകർക്ക് ന്യായവില ലഭിക്കുന്നു എന്നതാണ് വിപണിയുടെ പ്രത്യേകത. 20 വർഷമായി കർഷക കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന വിപണി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച വിപണികളിലൊന്നാണ്. കോന്നി, അരുവാപ്പുലം, പ്രമാടം പഞ്ചായത്തുകളിലെ കർഷകരാണ് കാർഷിക വിളകൾ വകയാർ സ്വാശ്രയ വിപണിയിലെത്തിക്കുന്നത്. കച്ചവടക്കാരുടെ ചൂഷണം ഒഴിവാക്കി ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണി വഴി കച്ചവടക്കാർക്ക് വിറ്റഴിക്കുന്നതിനാൽ കർഷകർക്ക് ന്യായവിലയും ലഭിക്കുന്നു. കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ ഈ സാധനങ്ങൾ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. അത് തന്നെ എല്ലാ സാധനങ്ങളും വിപണിയിൽ വരുന്നു. നാടൻ സാധനങ്ങൾ ഈ അന്യ സംസ്ഥാന സാധനങ്ങൾ വന്ന് മാർക്കറ്റ് തകർക്കുമ്പോൾ പിടിച്ചു വയ്ക്കുന്നതിന് ഒരു അത്താണിയാണ് കർഷകരെ സംബന്ധിച്ച് ഈ വിപണികൾ. വാഴക്കുല, ചേന, കാച്ചിൽ, പച്ചക്കറികൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത്.
കർഷകർക്കുള്ള ഇൻഷുറൻസ്, ബോണസ് തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളും വിപണിയിൽ നിന്നും ലഭിക്കുന്നതിനാൽ കർഷകരും സംതൃപ്തരാണ്. ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്കൽ കവറേജുള്ള ഇൻഷുറൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന സ്കീമുകൾ, വാഴ വിത്തുന്നതിന് 10 രൂപ വെച്ചുള്ള സ്കീം, അതിനോടൊപ്പം തന്നെ ഈ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കിലോയ്ക്ക് 50 പൈസ വീതം അത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വിലക്കുറവുള്ളപ്പം ജില്ലയിലെ മൊത്തം വിപണികളുടെയും മൊത്തത്തിലുള്ള തറവില നിശ്ചയിച്ചിട്ട് അതിൽ നിന്ന് കുറവ് വരുന്ന തുക 50 രൂപ മാർക്കറ്റ് വില തറവില നിശ്ചയിച്ചു കഴിഞ്ഞാൽ 35 രൂപ നടന്നുണ്ടെങ്കിൽ 15 രൂപ അവർക്ക് ആശ്വാസമായിട്ട് കൊടുക്കും വിലക്കുറവുള്ള സമയങ്ങളിൽ. 20 വർഷമായി പ്രവർത്തിക്കുന്ന വകയാർ സ്വാശ്രയ വിപണി സംസ്ഥാനത്ത് തന്നെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയുടെ മികച്ച സംരംഭമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. വയനാടിന്റെ വിനോദസഞ്ചാര മേഖലയെ കൈപിടിച്ചുയർത്താൻ സർക്കാർ. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളെയാണ് ഉരുൾപൊട്ടൽ തകർത്തതെങ്കിലും വയനാട് ജില്ലയുടെ ടൂറിസം സാധ്യതകളെ മൊത്തത്തിൽ ഇത് ബാധിച്ചു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വയനാട്ടിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പ്രത്യേക ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് ടൂറിസം വകുപ്പ്. മനോഹരമായ ഭൂപ്രകൃതി, കൊടും വേനലിൽ പോലും ഇളം തണുപ്പ്, സ്വർഗമാണ് വയനാട്. സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു കഴിഞ്ഞ വർഷവും ദുരന്തത്തിന് തൊട്ടുമുമ്പ് വരെയും വയനാട്ടിലേക്ക്. ആ നല്ല നാളുകളിലേക്ക് വയനാടിനെ കൈപിടിച്ചുയർത്താനാണ് ശ്രമം. നിലവിലെ സാഹചര്യത്തിൽ വയനാടിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ സഞ്ചാരികളെ ആകർഷിക്കുവാനുള്ള ക്യാമ്പയിനുകളാണ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിലേക്ക് കൂടുതൽ സഞ്ചാരികളെ കൊണ്ടുവരാൻ വയനാടിന് കൂടി പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക. വിനോദസഞ്ചാര മേഖലയാണ് വയനാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെയും ജീവിതമാർഗം. തേൻ നെല്ലിക്ക മുതൽ സുഗന്ധവ്യഞ്ജനങ്ങളും തേയിലയും വരെ നിരവധി കുടുംബങ്ങളുടെ ജീവിത വഴികളായിരുന്നു. ടൂറിസ്റ്റുകൾ വരാതായതോടെ ആ ജീവിതമാർഗം കൂടിയാണ് അടഞ്ഞത്. മേപ്പാടിയുടെ ഏറെ അകലെയുള്ള മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോലും ആളുകൾ വരാൻ മടിക്കുന്നു. ഇത് മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യം. ചൂരൽമലയ്ക്ക് സമീപമുള്ള അട്ടമല ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വൈകാതെ തുറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒപ്പം ചൂരൽമലയിൽ ടൂറിസം അടിസ്ഥാനപ്പെടുത്തിയുള്ള കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു നൽകാനും ആലോചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തരിശായി കിടന്ന പ്രദേശത്ത് നടത്തിയ പൂക്കൃഷിയിൽ 100 മേനി വിളവ്. ചെണ്ടുമല്ലിയുടെ ഹൈബ്രിഡ് തൈകളാണ് റോഡരികിൽ മനോഹര കാഴ്ചയൊരുക്കുന്നത്. പൂക്കൾ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലപ്പുറം കൊണ്ടോട്ടിയിലെ കർഷകർ. കൊണ്ടോട്ടി നഗരസഭയിൽ പൂപ്പൊലി പദ്ധതിയിലാണ് തരിശായി കിടന്ന പാറപ്പുറത്ത് പൂക്കൃഷി ആരംഭിച്ചത്. ബാംഗ്ലൂരിൽ നിന്നും ചെണ്ടുമല്ലിയുടെ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങി ട്രേയിൽ പാകി മുളപ്പിച്ചാണ് കൃഷി ഇറക്കിയത്. ചിറയിൽ ചുങ്കത്ത് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ 1/2 ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. പാറപ്പുറത്ത് മണ്ണ് കൂട്ടി പൂക്കൃഷി ചെയ്തപ്പോൾ കിട്ടിയതാകട്ടെ 100 മേനിയുടെ വിളവ്. വലിപ്പവും ഗുണവുമുള്ള പൂക്കൾക്ക് ആവശ്യക്കാരുമേറെയാണ്. ചെണ്ടുമല്ലിപ്പൂക്കൾ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊണ്ടോട്ടിയിലെ കർഷകർ. വാർഡിലെ ഒരു വൈവിധ്യമാർന്ന ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ് ഈ ഒരു പൂക്കൃഷി തുടങ്ങിയിട്ടുള്ളത്. ഈ പൂക്കൃഷി തുടങ്ങിയ സ്ഥലത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, തരിശായി കിടക്കുന്ന ഒരു പാറപ്പുറത്ത് മണ്ണ് തട്ടിയിട്ട് അതിൽ നിന്നുള്ള വിളവെടുപ്പാണ് ഇപ്പോൾ നമുക്ക് പൂത്തു നിൽക്കുന്ന ഈ ഒരു പൂക്കൃഷി. കാരണം ഓണത്തോടനുബന്ധിച്ച് ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ വാർഡിലുള്ള ഓണപ്പൂക്കളിടാനുള്ള ആളുകൾക്ക് പൂക്കളം ഒരുക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ എക്സ്പോർട്ടിങ്ങിനും നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓണപ്പൂവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി നടത്തിയത്. കൊണ്ടോട്ടി നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നെടിയിരുപ്പ് കൃഷി ഓഫീസറുടെയും വാർഡ് കൌൺസിലർ KP സൽമാന്റെയും നേതൃത്വത്തിലായിരുന്നു കൃഷി. റോഡരികിലെ പൂക്കളുടെ വസന്തം കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ന്യൂസ് 18 തിരൂർ. മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കാനും എല്ലാവർക്കും നീന്തൽ വൈദഗ്ധ്യം ഉറപ്പാക്കാനും പട്ടാമ്പിയിൽ പദ്ധതിയൊരുങ്ങുന്നു. മുഹമ്മദ് മോഹസിൻ MLA നേതൃത്വത്തിലാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്കായി നീന്തൽ പരിശീലനം ആരംഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഫയർഫോഴ്സ്, നീന്തൽ പരിശീലകർ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. ആദ്യഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരിക്കാട്ടുകുളത്തിലും മുതുതല പഞ്ചായത്തിലെ മാടായിക്കുളത്തിലും നീന്തൽ പരിശീലനം ആരംഭിക്കും. നീന്തൽ പഠിക്കാൻ താൽപര്യമുള്ള ആർക്കും പ്രായഭേദമന്യേ പങ്കെടുക്കാം. രാജകുമാരി ഗ്രൂപ്പിന്റെ ബുള്ളിയൻ ഷോപ്പ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കേക്കോട്ട ആറ്റുകാൽ കോംപ്ലക്സിൽ ആരംഭിച്ച സ്ഥാപനം ജെം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൌൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ സയ്യം മെഹ്റ ഉദ്ഘാടനം ചെയ്തു. 100 മില്ലിഗ്രാം മുതലുള്ള ബുള്ളിയൻ ഇവിടെ നിന്ന് വാങ്ങാം. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ പങ്കെടുത്തു.
ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6670 രൂപ, പവൻ 53,360 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5530 രൂപ, പവന് 44,240 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ.